ഹലോ, 2025 JEE മെയിൻ എക്സാമിലെ ഒരു അമേസിംഗ് റിസൾട്ട് നേടിയ ഷഹലിനോടൊപ്പമാണ് ഇന്ന് ഞാനുള്ളത്. ഷഹൽ സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ 2 വർഷത്തെ സ്റ്റുഡൻ്റ് ആണ്. സോ ഷഹലിനോട് തന്നെ ചോദിക്കാം ഷഹലിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ. സോ എക്സാം ഡേ എങ്ങനെയുണ്ടായിരുന്നു ഷഹലിന്? എക്സാം ഡേ രാവിലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഏത് ദിവസമായിരുന്നു എക്സാം? 23rd സെക്കൻഡ് ഡേ. സെക്കൻഡ് ഡേയിലായിരുന്നു എക്സാം. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഷിഫ്റ്റ് ഉണ്ടായിരുന്നത്. വലിയ ടെൻഷനൊന്നും ഇല്ലാതെ ഫുള്ള് ഫ്രീ ആയിട്ടാണ് പോയത്. പക്ഷെ സെൻറ്ററിൽ ചെന്നപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ചൂടൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു സെൻറ്ററിൽ. അതിൻ്റെ വേർത്ത് അങ്ങനെയൊക്കെ എക്സാം എഴുതിയത്. ആ ഒരു പ്രശ്നം മാത്രം അവിടെ ഉണ്ടായി. പക്ഷെ എന്നാലും എക്സാമിന് ചോദ്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് എന്തായിരുന്നു ഫീൽ ചെയ്തത്? ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം സെക്കൻഡ് ഡേ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരെ പോലെ കുറേ എക്സ്പീരിയൻസ് ഒന്നുമില്ല. കാരണം ഒരു ദിവസത്തെ എക്സാമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം എന്തായാലും ഷഹൽ ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടോ? അതെ. എന്നിട്ട് അത്ര എക്സ്പീരിയൻസേ ഉള്ളൂ നമുക്ക് ചോദ്യങ്ങൾ എത്രത്തോളം വരാമെന്നുള്ളത്. പക്ഷേ ഈ 2 വർഷത്തെ ലേണിങ്ങോടെ ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാം ഹാളിലേക്ക് ചെല്ലുന്നത്. എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുന്ന സമയത്ത് എന്തായിരുന്നു തോന്നിയത് ഷഹൽ? ഇവിടെ മോക്ക് എക്സാമിൽ വന്ന ഏകദേശം ഒരു പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോക്ക് എക്സാമിലൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ 2024 ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? 24 ചോദ്യങ്ങളൊക്കെ കുറച്ചുകൂടെ കാൽക്കുലേഷൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാൽക്കുലേഷൻ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഭയങ്കര കാൽക്കുലേഷൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു വന്നിരുന്നത്. പക്ഷെ ആ ഒരു പാറ്റേൺ ഒന്നും അല്ലായിരുന്നല്ലോ. അത് അത്ര ഉണ്ടായിട്ടില്ല. പാറ്റേൺ ഇവിടെ ഉള്ള ചെയ്ത അതേപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത്ര ടഫ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ അത്ര ടഫ് ഉണ്ടായിരുന്നില്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ പെർസെൻറ്റേജിലേക്ക് വന്നിട്ടില്ല, നമുക്ക് അതിനകത്തേക്ക് വരാം. സോ എക്സാം എഴുതി കഴിയുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? അത്യാവശ്യം ക്രാക്ക് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നോ? അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ പെർസെൻറ്റേജ് റിവീൽ ചെയ്യാം. സോ അതിനു മുന്നേ ഒരു ചെറിയ കാര്യം കൂടി. ഷഹലിനെ സംബന്ധിച്ച് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ്? മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പോൾ മാത്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത്? അല്ല, ഫിസിക്സിലാണ് സ്കോർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഷഹലിന്റെ പ്രൊഫൈൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഫൈലാണ്. കാരണം സാധാരണ ഒരാൾ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രി ആയിരിക്കും. കമ്പാരിറ്റീവ്ലി റിലേറ്റീവ്ലി ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ള സബ്ജക്റ്റും കെമിസ്ട്രിയാണ്. പക്ഷേ ഷഹലിനെ സംബന്ധിച്ച് പ്രൊഫൈലേ വേറെയാണ്. കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്സും ഏറ്റവും സ്കോർ ചെയ്ത സബ്ജക്റ്റ് ഫിസിക്സുമാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ സബ്ജക്റ്റിലെ പെർസെൻറ്റേജിലൊക്കെ എങ്ങനെയാണ് വന്നത്? മാത്സിൽ 99.46, ഫിസിക്സിൽ 99.25, കെമിസ്ട്രിയിൽ 95 പോയിന്റ് സംതിങ്. ഓക്കെ, നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റും പെർസെൻറ്റേജിൽ കെമിസ്ട്രിയിൽ കുറവാണ്. ഓക്കെ, ലെറ്റ്സ് കം ടു ദ ഓവറോൾ പെർസെൻറ്റേജ്. ഓവറോൾ പെർസെൻറ്റേജ് എങ്ങനെയുണ്ട്? 99.27%. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിനൊരു കൺഗ്രാറ്റ്സ് ഇരിക്കട്ടെ. സോ ഒരു അമേസിംഗ് റിസൾട്ട് തന്നെ phase 1 ക്രിയേറ്റ് ചെയ്യാൻ ഷഹലിന് സാധിച്ചിട്ടുണ്ട്. സോ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഷഹൽ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. കഴിഞ്ഞ 2 വർഷമായി സൈലത്തിൻ്റെ ഒപ്പം ഷഹലുണ്ട്. സോ ഷഹലിനോട് തന്നെ ചോദിക്കാം, ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഷഹൽ നാട് എവിടെയാ? വളാഞ്ചേരി, മലപ്പുറം. സോ അവിടെ നിന്ന് 2 വർഷത്തെ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഷഹൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ഹോസ്റ്റലിലേക്ക്. അപ്പോൾ ഈ 2 വർഷമായിട്ട് സൈലത്തിൻ്റെ ഹോസ്റ്റലിൽ നിന്നുകൊണ്ടാണ് ഷഹൽ പഠിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ഓവറോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? പഠനം ബേസ് ആയിട്ടുള്ള ഒരു ഇതാണ് ആദ്യം തന്നെ അറിയണോണ്ട് അതിനനുസരിച്ച് ഒരുങ്ങി വന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. സൈലത്തിലെ ഈ 2 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത് ഷഹലിന് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് തോന്നി? സ്കൂളിലായപ്പോൾ നല്ല ക്ലാസ്സാണ് അവിടെ നിന്ന് കിട്ടിയത്. ടീച്ചേഴ്സാണ് നല്ല ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് ആസ്വദിക്കാൻ നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ മാത്സിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഡെവലപ്പ് ആയത് ഈ 2 വർഷത്തിലാണോ? അല്ല, ആദ്യം മുതലേ കുറച്ചുകൂടെ സ്ട്രോങ് ആയി എന്ന് പറയാം. അപ്പോൾ നേരത്തെ ഷഹൽ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ എങ്ങനെയായിരുന്നു? മോക്ക് ടെസ്റ്റ് സ്കൂളിൽ ഓൾറെഡി ലോങ് എക്സാം ആയിട്ട് ഓരോ ലെസൺ വൈസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വെച്ചിട്ട് പിന്നെ +2 +1 ടോപ്പിക് കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് +1 റിവൈസ് ചെയ്യാനും കൂടി ഉള്ള ചാൻസ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ലേണിംഗ് വന്നുകൊണ്ട് തന്നെ ഒന്നും മറന്നു പോകാതെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ഇതിന് പാരലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണോ? അല്ല, രണ്ടും ഏകദേശം ഒരുപോലെ നമുക്ക് ഹാൻഡ് ഇൻ ഹാൻഡ് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, ഞാൻ ഇത്രത്തോളം 2 വർഷം ഒരു JEE എന്നുള്ള ഒരു പ്രസ്റ്റീജിയസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്കൂൾ ലൈഫ് മിസ്സായി പോയി എന്നൊരു ഫീലിംഗ് ഉണ്ട്. കാരണം എല്ലാവരും ഈ സമയത്ത് ചാരിറ്റി നടക്കുന്ന സമയം, അവരിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയത്ത് നമ്മൾ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ സ്കൂൾ ലൈഫ് മിസ്സായി പോയി എന്നൊരു ഫീലിംഗ് ഉണ്ടോ? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ റിസൾട്ടുകൾ വരുമ്പോൾ അത് വലിയ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. ഒരു പരിധി വരെ ഈ റിസൾട്ട് കിട്ടിയ സമയത്ത് ആ 2 വർഷത്തെ എഫേർട്ട് കോമ്പൻസേറ്റ് ആയി എന്നുള്ളൊരു ഫീലിംഗ് ആണ്.
ഓക്കെ, അപ്പോൾ ഇനി ഷഹലിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, സൈലത്തിൽ 2 വർഷത്തെ ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡന്റ് കടന്നു വരികയാണെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു സ്റ്റുഡന്റിനോട് ഷഹലിന് എന്തായിരിക്കും പറയാനുണ്ടാവും? പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നല്ലൊരു തീരുമാനമാണ്. കാരണം റിപ്പീറ്റ് ചെയ്ത് ഒരു വർഷം വേസ്റ്റ് ആക്കണ്ടല്ലോ. അതെ, ഞാനടക്കം ഒരു റിപ്പീറ്ററാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു 1 ഇയറിന്റെ വാല്യൂ, ആ ഒരു 1 ഇയർ ഡ്യൂറേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നത് വേ ലേറ്റർ ആണ്. പക്ഷെ അത് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് 2 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 വർഷം നമ്മൾ എന്തായാലും എഫേർട്ട് ഇടണം. പക്ഷെ ആ എഫേർട്ടിന്റെ വർത്ത് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഷഹൽ. ഇനി മുൻപോട്ടുള്ള പ്ലാനുകൾ എങ്ങനെയാണ്? ഇപ്പോൾ phase 2 ഉണ്ട്, അഡ്വാൻസ് ഉണ്ട്, ഈ എക്സാമുകളൊക്കെ മുൻപോട്ട് വരുവാണ്. അതുപോലെ തന്നെ വേറെ പല എക്സാമുകളുണ്ട്, വിക്സിന്റെ എക്സാമുകളുണ്ട്. അപ്പോൾ ഈ എക്സാമുകളൊക്കെ ഷഹലിന്റെ പ്ലാൻ എന്താ, പ്രിപ്പറേഷൻ പ്ലാൻ? അഡ്വാൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. മെയിൻസും എഴുതണം, സെക്കൻഡ് ടു ഫോർ ആൻ എക്സ്പീരിയൻസ് എന്നുള്ള സൈഡില്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അഡ്വാൻസ് ഫോക്കസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ബോർഡ് എക്സാം വരുന്നില്ലേ? അപ്പോഴോ ഓൾറെഡി നമ്മളിപ്പോ ജെയ്ക്ക് 12th പഠിക്കണമല്ലോ, അപ്പോ വലിയ പ്രശ്നം ഉണ്ടാവില്ല. +2 ടോപ്പിക്കുകളായിരിക്കും കൂടുതൽ ഇമ്മീഡിയറ്റ്ലി ഫോക്കസ് ചെയ്യുക. അപ്പോൾ ബോർഡ് എക്സാമിന് ശേഷമായിരിക്കും നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്യുക, 11th ടോപ്പിക് ഫോക്കസ് ചെയ്യണം. ഫൈനൽ ക്വസ്റ്റ്യൻ ആയിട്ട് നീ കൺസിഡർ ചെയ്യണ്ട. എന്നാലും ഇൻ ഫ്യൂച്ചർ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടണം എന്നാണ് ഷഹലിന്റെ ആഗ്രഹം? എൻ്റെ ബ്രദർ ഇപ്പോൾ IIT ബോംബെയിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് 3rd ഇയർ ആണ്. അപ്പോൾ അവിടെ ഒപ്പം ബ്രദറിന്റെ ഒപ്പം കയറാന്നുള്ള ആഗ്രഹമുണ്ട്. ഓക്കെ, എന്തായാലും നടക്കട്ടെ. കാരണം ഈ ഒരു പേഴ്സൻറ്റേജിലുള്ള ഒരാളാണ് ഷഹൽ. എന്തായാലും ഈ വർഷം തന്നെ അഡ്വാൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസും ഉണ്ട്. കോൺഫിഡൻസ് എന്തായാലും നല്ലതാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ ഒക്കെ മുൻപോട്ട് പോകട്ടെ. എന്തായാലും ഈ വർഷം അഡ്വാൻസ് ക്രാക്ക് ചെയ്യട്ടെ. IIT ബോംബെയിൽ ബ്രദറിന്റെ ഒപ്പം അഡ്മിഷൻ കിട്ടട്ടെ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് ഇനി കാണാം.